നമ്മൾ പുരുഷന്മാർ തന്നെ വളരെ സിമ്പിളാണ്. സത്യം പറഞ്ഞാൽ തീരെ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത പാവങ്ങൾ. എന്നാൽ സ്ത്രീകളോ അവരെങ്ങനെയല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. ഒരു സ്ത്രീയെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാര്യയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇത് കൃത്യമായി ചെയ്താൽ ഒരു 100 വർഷം യാതൊരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് ചെയ്യുക. ഭാര്യയെ സന്തോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ല കിടിലം സർപ്രൈസുകൾ, ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഇടയ്ക്ക് റൊമാൻറ്റിക് ആയിട്ട് ഡിന്നറിനൊക്കെ കൊണ്ടുപോകണം. എപ്പോഴും അവരെ വിളിക്കണം, വിശേഷങ്ങൾ ചോദിക്കണം, അവരെ ചേർത്ത് പിടിക്കണം, അവരുടെ കണ്ണുകളിൽ നോക്കി നിങ്ങൾ പുഞ്ചിരിക്കണം. അവൾ എത്ര സുന്ദരിയാണെന്ന് എപ്പോഴും ഇങ്ങനെ അവരെ ഓർമ്മിപ്പിക്കണം. അവൾക്ക് പറയാണ്ടത് മുഴുവൻ ക്ഷമയോടെ കേൾക്കണം. അവളോടൊപ്പം പൊട്ടിച്ചിരിക്കണം, സങ്കടങ്ങളിൽ കൂടെ കരയണം. അവളുടെ സ്വപ്നങ്ങൾക്ക് എപ്പോഴും പ്രോത്സാഹനം നൽകണം. അവൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവളോടൊപ്പം പ്രാർത്ഥിക്കണം. അവളുടെ കൂടെ മടുപ്പില്ലാതെ ഷോപ്പിങ്ങിന് പോകണം, അല്ലെ, ബില്ലും കൊടുക്കണം. ആനിവേഴ്സറികളെ ഒരിക്കലും മറക്കാൻ പാടില്ല. അവൾക്ക് സ്വർണ്ണവും ഇഷ്ടമുള്ള പൂക്കളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. എവിടെ പോയാലും അവളുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അവൾക്കായിട്ട് ഇങ്ങനെ പ്രണയ ലേഖനങ്ങളായിരുന്നു മുമ്പ്, ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജസ് ഒക്കെ അയച്ചു കൊടുക്കണം. ചുരുക്കം പറഞ്ഞാൽ അവൾക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ അവസാനം വരെ പോകാൻ തയ്യാറായാൽ ഒരു 100 വർഷം വരെ ഒരു കുഴപ്പമില്ല. ഈ പുരുഷന്മാര് എളുപ്പമാണ് സന്തോഷിപ്പിക്കുക എന്നാണ്. അത് ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ. അപ്പം അവനോട് ഏറ്റവും എപ്പോഴും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഒന്ന് പെരുമാറണം. ഇടയ്ക്ക് അവന് ഇഷ്ടമുള്ള ഒരു ബിരിയാണിയോ ചിക്കൻ വിങ്സോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക. ഓക്കെ, ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ അവൻ ടി വിയിൽ ക്രിക്കറ്റോ ഫുട്ബോളൊക്കെ കാണുമ്പോൾ ദയവ് ചെയ്ത് അവരുടെ മുന്നിൽ പോയിട്ട് മറഞ്ഞു നിൽക്കാതിരിക്കുക. അത്രേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങളുടെ കാര്യം സെറ്റായി. ഞാൻ പറഞ്ഞില്ലേ, ആണുങ്ങൾ വളരെ സിമ്പിളാണ്, പക്ഷെ പെണ്ണുങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്.